അല്ലാഹുവിന്റെ പരിശുദ്ധമാകുന്ന ഖുർആൻ എന്ന് പരിശോധിച്ചു നോക്കിയാൽ എന്റെ ശബ്ദം ശ്രവിക്കുന്ന പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അഫഹസിബതും അന്നമാ ഖലഖനാകും അബസാ. ഓ സൃഷ്ടിചരാചരങ്ങളെ, നിങ്ങളെ ഞാൻ സൃഷ്ടിച്ചയച്ചിരിക്കുന്നത് അബസാ, വെറുതെയാണെന്ന് നിങ്ങൾ കരുതിപ്പോയോ? നിങ്ങൾക്ക് തിന്നുവാനും കുടിക്കുവാനും ഉറങ്ങുവാനും രമിക്കുവാനുമുള്ള മുഴുവൻ സുഖ ആഡംബരങ്ങളുടെ സംവിധാനങ്ങൾ ഈ ഭൗമലോകത്ത് ഞാൻ ചെയ്തു തരുകയും നിങ്ങളെ ഈ ഭൂമിയിലേക്ക് പ്രതിനിധികളായി കൊണ്ടുവരികയും ചെയ്തത് അബസാ, വെറുതെയാണെന്ന് നിങ്ങൾ കരുതിപ്പോയോ? വെറുതെയാണെന്ന് കരുതിപ്പോയോ? അല്ല അല്ല. അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ അതിന് മറുപടി പറയുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണമെന്ന് പറയുന്ന പ്രതിഭാസത്തിനെ സംവിധാനിച്ചിരിക്കുന്നത്, ജനനമെന്ന് പറയുന്ന ആ വലിയ സാഹചര്യത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല സജ്ജമാക്കിയതെല്ലാം ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മെച്ചമായ രൂപത്തിൽ നല്ല രൂപത്തിൽ ഇബാദത്ത് ചെയ്യുന്ന ആളുകൾ ആരാണ് എന്ന് പരിശോധിക്കുവാനും നിങ്ങളെ ബോധ്യപ്പെടുത്തുവാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സൃഷ്ടിച്ചിട്ടുള്ളത് ഏറ്റവും കൂടുതലും നല്ലതുപോലെ ഇബാദത്ത് ചെയ്യുന്നത് ആരാണെന്ന് നാം ഓരോരുത്തർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ബോധ്യപ്പെടുത്തി തരും. അല്ലാഹുവിനെ അറിയാത്തത് കൊണ്ടാണോ? നമ്മുടെ മുഴുവനും ശരീരത്തിന്റെ അവയവങ്ങളും ആന്തരികവും ബാഹ്യവുമായ എല്ലാ ക്രയവിക്രയങ്ങളും ഇടപെടലുകളും എല്ലാം കൈകാര്യം ചെയ്യുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് നമ്മളെ കുറിച്ച് അറിയാത്തത് കൊണ്ടാണോ പ്രത്യേക ഒരു പരീക്ഷണം നടത്തുന്നത്? ഒരിക്കലുമല്ല. അങ്ങനെ നാം ചിന്തിച്ചു പോകരുത്. അല്ലാഹുവിനെ അറിയാത്തത് കൊണ്ടല്ല, മറിച്ച് നമ്മൾ നല്ലവരാണോ മോശക്കാരാണോ എന്ന് നാം ഓരോരുത്തരെയും ബോധ്യപ്പെടുത്താനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ, അതിനുള്ള നന്ദിയായിട്ടാണ് ഈ ഭൂമി ലോകത്ത് നമ്മൾ ഇബാദത്ത് ചെയ്യുന്നത്. അല്ലാഹുവിന്റെ ഖുർആനിൽ പ്രിയമുള്ളവരെ ഒരു സൂറത്ത് കടന്നു വരികയാണ്. വൽ ആദിയാതി വബ്ഹാ ഫൽ മുരിയാതി ഖദ്ഹാ ഫൽ മുഗീറാതി സുബ്ഹാ. സുബഹിയുടെ സമയം കടന്നു വരുമ്പോൾ സ്വന്തം യജമാനന്റെ യുദ്ധ വിജയത്തിന് വേണ്ടിയിട്ട് അതിശീഘ്രം മുന്നോട്ട് ഗമിക്കുന്നതായ ഒരു കുതിരയെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം ചെയ്യുകയാണ്. എങ്ങനെയുള്ള കുതിരയെന്നറിയുമോ? ഫഅസറ നബിഹി നഖആ. ആ കുതിര കടന്നു പോകുന്നതായ വഴിത്താരകളിൽ കടന്നിരിക്കുന്ന, ആ കുതിര ഓടിപ്പോകുന്നതായ വഴിയിലുള്ള പാറക്കഷ്ണങ്ങളിൽ ആ കുതിരയുടെ കാലിന്റെ കുളമ്പുകൾ തട്ടി ഉരസിയിട്ട് തീ പാറിച്ചുകൊണ്ട് ശത്രുക്കളുടെ മടയിലേക്ക് കടന്നു പോകുന്ന ഒരു കുതിരയെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് സത്യം ചെയ്യുകയാണ്. എന്താണെന്നല്ലേ പ്രിയമുള്ളവരെ, മനുഷ്യന്മാരുടെ അവസ്ഥകൾ വിവരിക്കാൻ വേണ്ടി അല്ലാഹു കുതിരയെ ഒരു സത്യം ചെയ്യുന്നതായ സൃഷ്ടിയാക്കി മാറ്റുകയാണ്. ഈ കുതിരയ്ക്ക് സ്വന്തം യജമാനന്റെ യുദ്ധ വിജയത്തിന് വേണ്ടിയിട്ട് ഇത്രത്തോളം കഷ്ടപ്പാടുകൾ ഈ കുതിരയ്ക്ക് ഏൽക്കേണ്ടി വരികയാണ്. കാരണം എന്തെന്നറിയുമോ? ഒരു നേരത്തെ ഭക്ഷണം കൊടുത്തതിന്റെ പേരിലായിരിക്കാം, ഒരു നേരത്തെ വെള്ളം കൊടുത്തതിന്റെ പേരിലായിരിക്കാം, ഒരു നേരത്തെ പുല്ല് കൊടുത്തതിന്റെ പേരിലായിരിക്കാം. സ്വന്തം ജീവൻ പോലും വകവെക്കാതെ, സ്വന്തം ജീവൻ പോലും മുഖവിലേക്കെടുക്കാതെ ആ കുതിര ശത്രുക്കളുടെ പാളയങ്ങളിലേക്ക് ഇടിച്ചു കയറുന്നുണ്ടെങ്കിൽ ആ കുതിരയ്ക്ക് ഈ യജമാനോടുള്ളതായ വല്ലാത്ത കടമയും കടപ്പാടും നന്ദിയുമാണ് അറിയിക്കുന്നത്. അത്ര പോലും നന്ദി ആ കുതിരയ്ക്ക് സ്വന്തം യജമാനോടുള്ള നന്ദി പോലും ഈ ജഗന്നിയന്താവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മനുഷ്യർക്ക് ഇല്ല എന്ന് ആണയിട്ടുകൊണ്ട് പറയുകയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല.
അല്ലാഹു സുബ്ഹാനഹു വ തആല ആണയിട്ടുകൊണ്ട് പറയുകയാണ്, ആ കുതിരയ്ക്ക് സ്വന്തം യജമാനനോടുള്ളതായ നന്ദി പോലും മനുഷ്യന്മാർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ഇല്ല എന്ന്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പഠിപ്പിക്കുകയാണ്, നമുക്ക് മനസ്സിലാക്കി തരുകയാണ് എത്രത്തോളം നന്ദി കെട്ടവരാണ് മനുഷ്യന്മാർ എന്ന് അല്ലാഹു തന്നെ അവിടുന്ന് മനസ്സിലാക്കി തരുകയാണ്. പ്രിയമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എത്രയോ നിഅമത്തുകൾ, എത്രയോ അനുഗ്രഹങ്ങൾ ചെയ്തു തന്നു. വഇൻ തഉദ്ദൂ നിഅമതല്ലാഹി ലാ തുഹ്സൂഹാ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ചെയ്തു തന്നതായ അനുഗ്രഹങ്ങൾ, നമുക്ക് ചെയ്തു തന്നതായ അനുഗ്രഹങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ സാധിക്കാത്ത അത്രയും എണ്ണം അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തർക്കും ചെയ്തു തന്നിട്ടുണ്ട് കേട്ടോ. നമുക്ക് ചെയ്ത അനുഗ്രഹങ്ങളൊന്ന് എടുത്തു പറയുകയാണെങ്കിൽ, എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മക്കൾ അൽ മാലു വൽ ബനൂനു സീനത്തുൽ ഹയാത്തിദ് ദുനിയാ. മക്കളെന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ കൊടുക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ്. മക്കളെ കുറിച്ച് അല്ലാഹു ഖുർആനിൽ പറയുന്നത് അൽ മാലു വൽ ബനൂനു സീനത്തുൽ ഹയാത്തിദ് ദുനിയാ. ഈ ദുനിയാവിന്റെ ആഡംബര ചരക്കുകളാണ്, ഈ ദുനിയാവിൻ്റെതായ ആസ്വാദന വിഭവങ്ങളാണ് മക്കളും സമ്പാദ്യങ്ങളുമെല്ലാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അടിവരയിട്ടുകൊണ്ട് പഠിപ്പിക്കുകയാണ്. മക്കൾ ഏറ്റവും വലിയ അനുഗ്രഹം തന്നെയാണ്. എപ്പോഴാണ് പ്രിയമുള്ളവരെ മക്കൾ ഏറ്റവും വലിയ അനുഗ്രഹമുള്ള ആളുകളാണെന്നറിയുമോ? നമ്മൾ മരണമടഞ്ഞുകൊണ്ട് ഖബറിന്റെ ഉള്ളിലേക്ക് കടന്നു പോകുന്ന സന്ദർഭത്തിൽ സ്വന്തം ഉപ്പാന്റെ ഖബറിന്റെ അടുത്ത് വന്നിരുന്നു കൊണ്ട് പൊട്ടിക്കരഞ്ഞൂരി യാസീനോദി ആ മരണപ്പെട്ടു പോയ ഉപ്പാക്ക് വേണ്ടിയിട്ട് കൈ ഉയർത്തി കരഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ദുആ ഇരക്കുന്ന ഒരു മകനാണെങ്കിൽ ആ മകൻ നമുക്ക് അനുഗ്രഹം തന്നെയാണ്. മക്കൾ മാതാപിതാക്കൾക്ക് കടമയും ഉത്തരവാദിത്വവും നിറവേറ്റുന്നവരാണെങ്കിൽ ആ മക്കൾ മാതാപിതാക്കൾക്ക് അനുഗ്രഹം തന്നെയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മാത്രമല്ല കല്യാണം കഴിഞ്ഞിട്ട്, നിക്കാഹ് കഴിഞ്ഞിട്ട് എത്രയോ വർഷങ്ങളുടെ കാത്തിരിപ്പിന് ശേഷം പോലും ഒരു കുഞ്ഞിക്കാരെ കാണാനുള്ളതായ ആഗ്രഹവും താല്പര്യവും ഉണ്ടായിട്ട് പോലും അത് നിറവേറ്റാൻ സാധിക്കാതെ ഒരുപക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മക്കളെന്ന് പറയുന്ന അനുഗ്രഹം കൊടുക്കാതെ അത് കിട്ടാതിരിക്കുന്ന എത്രയോ ദമ്പതിമാരുണ്ട്. അവരുടെ മനോമുഖരങ്ങളിലെ വേദന എന്റെ പ്രിയമുള്ളവരെ പറഞ്ഞറിയിക്കാൻ സാധിക്കാത്തതാണ്. സ്വന്തം മക്കളെ ഒന്ന് ഉമ്മ വെക്കുമ്പോ സ്വന്തം മക്കൾക്ക് ആവശ്യമായ മിഠായികളും മറ്റുള്ള പലഹാരങ്ങളും മാതാപിതാക്കൾ വാങ്ങിച്ചു കൊടുക്കുമ്പോൾ വർഷങ്ങളായി ഒരു മകന് വേണ്ടി, ഒരു മകൾക്ക് വേണ്ടി കാത്തിരിപ്പ് നടത്തുന്ന പ്രിയപ്പെട്ട ദമ്പതിമാരിത് കാണുമ്പോൾ അവരുടെ മനസ്സ് പിടയ്ക്കുന്നുണ്ടാകും. ചിലപ്പോൾ അവരുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീര് ധാരധാരയായി കടന്നു വന്നേക്കാം. അത്രത്തോളം ഏറ്റവും വലിയതായ വിഷമമാണ് പ്രിയമുള്ളവരെ മക്കളില്ലാതിരിക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള പരീക്ഷണങ്ങളിൽ നിന്നെല്ലാം നാം ഓരോരുത്തർക്കും സലാമത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മക്കളില്ലാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകളുണ്ട്. സാലിഹീങ്ങളായ മക്കളെ നീ നൽകണേ അല്ലാ. നൽകിയ മക്കൾ നീ സുൽഹ് നിലനിർത്തണേ അല്ലാ. ഞങ്ങളെ മക്കളെയെല്ലാം നീ സാലിഹീങ്ങളാക്കണേ റഹ്മാനേ. പ്രിയമുള്ളവരെ, നമ്മൾ ദുആ ഇരക്കണം. മക്കളുടെ അനുഗ്രഹമാണല്ലോ. ആ അനുഗ്രഹത്തിന് എങ്ങനെയാ നമ്മൾ ശുക്ർ ചെയ്യേണ്ടത്? മക്കളെന്ന് പറയുന്ന അനുഗ്രഹത്തിന് എങ്ങനെയാ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മൾ ശുക്ർ ചെയ്യേണ്ടതെന്ന് അറിയുമോ? ആ മക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരിശുദ്ധമാകുന്ന ദീനുൽ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട്, അല്ലാഹുവിനെ യഥാർത്ഥ രൂപത്തിൽ മനസ്സിലാക്കി കൊടുത്തുകൊണ്ട്, ഹബീബായ പ്രവാചകന്റെ ജീവിതം അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടൊക്കെ തന്നെയാണ് എന്റെ പ്രിയമുള്ളവരെ ആ മക്കളെന്ന് പറയുന്ന അനുഗ്രഹം നമുക്ക് തന്ന അല്ലാഹുവിലേക്ക് നമ്മൾ ശുക്ർ ചെയ്യേണ്ടത്, നന്ദി അർപ്പിക്കേണ്ടത്. അല്ലാഹുവിന്റെ ഖുർആൻ അവിടുന്ന് പഠിപ്പിക്കുന്നു, മക്കളുടെ റോൾ മോഡൽസ്, മക്കളുടെ മാതൃക സ്വന്തം മാതാപിതാക്കൾ തന്നെയാവണം. മറ്റുള്ള ആളുകളെ കണ്ട് പഠിക്കണ്ട. സ്വന്തം മാതാവിനെയും പിതാവിനെയും കണ്ടുകൊണ്ട് മോനും മോളും പഠിക്കട്ടെ.
വാപ്പ നിസ്കരിക്കുന്നത് കണ്ട് പള്ളിയിൽ പോകുന്നത് കണ്ട് സ്വതക്ക കൊടുക്കുന്നത് കൊണ്ട് ആ പൊന്നുമകൻ കണ്ടു പഠിക്കട്ടെ. അങ്ങനെയുള്ള ഒരു വാപ്പയായി ഞാനും നിങ്ങളും മാറേണ്ടതുണ്ട്. സ്വന്തം മകൾ അവർ പാവപ്പെട്ടവരെ സഹായിക്കുക, അടുക്കളയിലുള്ള ജോലികൾ നോക്കുക, കൃത്യമായ നിസ്കാരം നിലനിർത്തുക, മറ്റുള്ള ഇസ്ലാമികമാകുന്ന മസലകൾ പഠിക്കുക, ഇതെല്ലാം സ്വന്തം ഉമ്മയിൽ നിന്നും ആയിക്കൊള്ളട്ടെ. അതാണ് ഏറ്റവും നല്ല മാതാപിതാക്കളുടെ ലക്ഷണമെന്ന് അയിമത്തുകൾ കിതാബിൽ രേഖപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, അല്ലാഹുവിന്റെ പരിശുദ്ധമാകുന്ന ഖുർആൻ അവിടുന്ന് പഠിപ്പിക്കുന്നു, ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ. ഏറ്റവും വലിയൊരു ചോദ്യമാണ്. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് ചോദിക്കുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ. നിങ്ങൾ ചെയ്യാത്ത കാര്യങ്ങൾ, നിങ്ങൾ പ്രവർത്തിക്കാത്തതായ കാര്യങ്ങൾ മറ്റുള്ള ആളുകൾ ചെയ്യാൻ വേണ്ടി നിങ്ങൾ പറയാൻ പാടില്ല. നിങ്ങൾ നിസ്കരിക്കാത്തവനാ, നിങ്ങൾ നോമ്പ് പിടിക്കാത്തവനാ, നിങ്ങൾ നല്ല കാര്യങ്ങളുമായി ബന്ധപ്പെടാത്തവനാ, പക്ഷേ വാദോരാതെ പ്രസംഗിക്കും മോനേടാ നീ നിസ്കരിക്കേണ്ടടാ, നിസ്കരിച്ചില്ലെങ്കിൽ അല്ലാഹുവിന്റെ അദാബാവുന്ന നരകത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്നെ തള്ളിവിടുമെന്നെല്ലാം പറഞ്ഞുകൊണ്ടുള്ള ഉഗ്ര പ്രഭാഷണങ്ങളും പ്രസംഗങ്ങളും സംസാരങ്ങളും നിന്റെ വായിൽ നിന്ന് വരും. പക്ഷേ നീ അതൊന്നും പ്രവർത്തിക്കുന്നില്ല. അങ്ങനെയുള്ള ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്, കബുറ മഖ്തൻ ഇൻദല്ലാഹ്, കബുറ മഖ്തൻ ഇൻദല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ചതി പ്രവർത്തിച്ചവരായി അവർ മാറുകയാണ്. മനുഷ്യന്മാരെ എല്ലാവരും ചതിക്കുന്നത്, അല്ലാഹുവിനെ ചതിക്കുന്നത് പോലെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇസ്ലാമിന്റെ വിഷയത്തിൽ അവർ ചതി അവിടുന്ന് പുറത്തെടുക്കുന്നവരാണ്. സ്വന്തം പ്രവർത്തിക്കത്തില്ല, മറ്റുള്ളവർ പ്രവർത്തിക്കാൻ വേണ്ടി അതോരാതെ പറയും, ഉപദേശം ഫ്രീ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കും, പക്ഷേ ജീവിതത്തിൽ ഒന്നുമില്ല. അങ്ങനെയുള്ള ആളുകൾ പരിശുദ്ധമാകുന്ന ദീനുൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ ചതിയന്മാരാണ് എന്ന് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. ഖുർആൻ പറഞ്ഞതാണ്, കബുറ മഖ്തൻ ഇൻദല്ലാഹ്, കബുറ മഖ്തൻ ഇൻദല്ലാഹ് ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള ബുദ്ധിയും വിവേകവും നാം ഓരോരുത്തർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ ഖുർആൻ അങ്ങനെ പറയുകയാണ്, മക്കളോടുള്ള കടമകളും കടപ്പാടുകളും നിറവേറ്റാത്ത മാതാപിതാക്കളാണെങ്കിൽ നാളെ അർശിന്റേതായ തണൽ അവന് കിട്ടൂലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തആല പഠിപ്പിക്കുകയാണ്. അർശിന്റെ തണൽ നിനക്ക് വേണോ? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അർശിന്റെ തണലിന്റെ പ്രിയമുള്ളവരെ നമുക്ക് വേണമെങ്കിൽ അല്ലാഹു നമുക്ക് നൽകിയതായ ഏറ്റവും വലിയ അനുഗ്രഹമാകുന്ന മക്കളുടെ വിഷയത്തിൽ നല്ല കടമയും ഉത്തരവാദിത്തബോധമുള്ള ഒരു രക്ഷിതാവായി നമ്മൾ മാറിയാലേ അല്ലാഹുവിന്റെ അർശിന്റെ തണൽ നമുക്ക് ലഭിക്കുകയുള്ളൂവെന്ന് ഒരിക്കൽ പോലും കളവ് പറയാത്ത ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയമുള്ളവരെ നമ്മെ പഠിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി നാം ഓരോരുത്തർക്കും ജീവിക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കൾ ഒരു പരീക്ഷണമായി നമ്മുടെ ജീവിതത്തിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല മക്കൾ ഒരു അനുഗ്രഹമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലേക്ക് തരുന്നത് പോലെ തന്നെയാണ് അൽ മാൽ, സമ്പത്തും ഒരു പരീക്ഷണം തന്നെയാണ്. സമ്പത്ത് ഒരു പരീക്ഷണമാണ്. അള്ളാന്റെ ഭാഗത്ത് നിന്നുള്ളതായ അനുഗ്രഹമാണെങ്കിൽ പോലും സമ്പത്ത് ഒരു പരീക്ഷണമാണ്. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, എപ്പോഴാണ് സമ്പത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹമാക്കി മാറ്റുന്നത്? അല്ലാഹുവിന്റെ പരിശുദ്ധമാകുന്ന ദീനുൽ ഇസ്ലാമിന്റെ വിധിവിലക്കുകൾക്ക് പുറത്തു നിൽക്കുന്നതാണെങ്കിൽ
അള്ളാഹു ചെലവാക്കണ്ട എന്ന് പറയുന്നിടത്ത് നിന്റെ സമ്പത്തെങ്ങാനും ചെലവാക്കി പോയാൽ അത് പരീക്ഷണത്തിന്റെ പട്ടികയിലേക്ക് മാറിപ്പോയ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ചെലവാക്കണ്ടെന്ന് പറഞ്ഞിട്ടുള്ളതായ സാഹചര്യങ്ങളുണ്ടല്ലോ. നീ അമിതമായി ദൂരത്തിന് വേണ്ടി നിന്റെ സമ്പാദ്യങ്ങൾ ചെലവാക്കാൻ പാടില്ല. വലാ തുസ്രിഫൂ അംവാലക്കും, നിങ്ങളുടെ സ്വത്തുവകകൾ ആവശ്യമില്ലാത്ത രൂപത്തിൽ ദൂരത്തിന് വേണ്ടി നിങ്ങൾ ചെലവാക്കാൻ പാടില്ല എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമാകുന്ന ഖുർആൻ നാം ഓരോരുത്തരെയും ഉണർത്തുന്നതായി കാണാൻ സാധിക്കുകയാണ്. അല്ലാഹു അല്ലേ നമുക്ക് സമ്പത്ത് തരുന്നവൻ, അല്ലാഹു സുബ്ഹാനഹു വ തആലയല്ലേ നമുക്ക് സമ്പത്ത് തരുന്നവൻ. അല്ലാഹുവിനെ തന്നെ വേണമെങ്കിൽ ആ സമ്പത്തിന്റെ അഭിവൃദ്ധിയും അഭിമാനവും ഐശ്വര്യവും അവിടുന്ന് തിരിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് അല്ലാഹു നമുക്ക് നൽകിയതായ സമ്പത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയതായ എല്ലാ അനുഗ്രഹങ്ങൾക്കും ശുക്ർ ചെയ്യേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പരിശുദ്ധമായ ഖുർആനിൽ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, അമ്മസായില ഫലാ തൻഹർ. നിന്റെ മുന്നിലേക്ക് ഒരു പാവപ്പെട്ടവനായ ഒരു വ്യക്തി കൈനീട്ടിക്കൊണ്ട് കടന്നു വന്നാൽ നിന്റെ കയ്യിൽ ഉണ്ടെങ്കിൽ നീ എടുത്തു കൊടുക്കണം കേട്ടോ. ചിലപ്പോൾ അവൻ ചോദിക്കുന്നത് അവന്റെ വിശപ്പ് നടക്കാൻ വേണ്ടിയാകാം, അവന്റെ ദാഹം ഒന്ന് നടക്കാൻ വേണ്ടിയാകാം, അവന്റെ പ്രിയപ്പെട്ടവരുടെ ചികിത്സാ സഹായത്തിന് വേണ്ടിയിട്ടാകാം. നിന്റെ കയ്യിലുണ്ടെങ്കിൽ നീ കൊടുക്കണമെന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ. നീ കൊടുക്കാതിരുന്നാലോ അല്ലാഹുവിന്റെ ഖുർആൻ അവിടുന്ന് പഠിപ്പിക്കുകയാണ്, നിന്റെ കയ്യിലുണ്ടായ സമ്പത്ത്, നിനക്ക് അമിതമായ ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ട് പാവപ്പെട്ടവരാകുന്ന ആളുകളെ കാണുമ്പോൾ പുച്ഛത്തോടുകൂടി മുഖം ധരിച്ചുകൊണ്ട് നിന്റെ സമ്പത്ത് നിനക്ക് മാത്രം ഉപകാരപ്പെടുന്ന രൂപത്തിൽ നീ ചെലവഴിച്ചാൽ അല്ലാഹു പഠിപ്പിക്കുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, നിങ്ങൾ ശുക്ർ ചെയ്താൽ അസീദന്നകും, നിങ്ങൾ ശുക്ർ ചെയ്താൽ അസീദന്നകും, നിങ്ങൾക്ക് ഞാൻ അധികരിപ്പിച്ചു തരുന്നതാണ്. നിങ്ങൾ ഇനി ശുക്ർ ചെയ്തില്ല എങ്കിൽ ഇന്ന അദാബി ലശദീദ്, എന്റെ അദാബ് എന്റെ ശിക്ഷ കഠിന കഠോരമാണ്. ആ ശിക്ഷ ഈ ദുനിയാവിൽ തന്നെ പല രൂപങ്ങളിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും. ഉണ്ടായിട്ടും കൊടുക്കാതിരിക്കുന്ന ആളുകളോടൊന്ന് പറയുകയാണ്, ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ സ്വഹാബാക്കൾക്ക് പറഞ്ഞു കൊടുത്ത മഹത്തരമാകുന്ന ഒരു ചരിത്രത്തിന്റെ താളുകളിലേക്ക് നിങ്ങളുടെ ജീവിതങ്ങളെയും നിങ്ങളുടെ ഓർമ്മകളെയും കൊണ്ടുപോവുകയാണ്. 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധമാകുന്ന മദീന പള്ളിയുടെ തിട്ടയിലിരുന്നു കൊണ്ട് സ്വഹാബാക്കൾക്ക് റസൂലുള്ളാഹി തങ്ങൾ പഠിപ്പിച്ചു കൊടുത്തൊരു ചരിത്രമുണ്ട്, ഒരു കഷണ്ടിക്കാരന്റെ ചരിത്രമുണ്ട്, ഒരു വെള്ളപ്പാണ്ട് ബാധിച്ചതായ രോഗിയുടെ ചരിത്രമുണ്ട്, ഒരു കൺകുരുടനായ വ്യക്തിയുടെ ചരിത്രമുണ്ട്. ഈ 3 ആളുകളുടെയും ചരിത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുഖേന സ്വഹാബാക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. കഷണ്ടിക്കാരന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് തുടങ്ങാം പ്രിയമുള്ളവരെ. കഷണ്ടി ബാധിച്ചുകൊണ്ട് വല്ലാതെ വിഷമത്തിൽ കഴിയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് അല്ലാഹു നിയോഗിച്ചതായ ഒരു മലക്ക് അവിടുന്ന് കടന്നു വന്ന് ചോദിക്കുകയാണ്, നിങ്ങൾ വല്ലാത്ത വിഷമത്തിലാണല്ലോ, കണ്ടിട്ട് വല്ലാത്ത വിഷമം തോന്നുന്നു, തലയിൽ മുടിയൊന്നും ഇല്ലല്ലോ, എന്ത് ചെയ്യും? അങ്ങനെ വല്ലാത്ത വിഷമത്തിൽ ഇരിക്കുന്ന ആ സഹോദരന്റെ മുന്നാലെ ആ മലക്ക് വന്നുകൊണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എന്നിട്ട് ആ മലക്ക് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. അല്ലാഹുവിന്റെ അനുഗ്രഹം മലക്കിലൂടെ ആ മനുഷ്യന് കിട്ടി. ആ അനുഗ്രഹം കാരണം കഷണ്ടി തലയിൽ സുബ്ഹാനല്ലാഹ് അവിടുന്ന് മുടി വരികയാണ്, മുടി മുളയ്ക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതങ്ങനെ പെട്ടെന്ന് മുടി വരും. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അങ്ങനെ ആ മനുഷ്യന്റെ തലയിൽ നല്ല രൂപത്തിൽ പൂർവാധികം മുടി അവിടുന്ന് തഴച്ചു വളരുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു, നിങ്ങൾ സന്തോഷവാനാണോ? അയാൾ പറഞ്ഞു, അല്ല. കാരണം എന്താണ്? ഞാൻ ദരിദ്രനാണ്, എന്റെ കയ്യിൽ സമ്പത്തൊന്നുമില്ല. അങ്ങനെ സുബ്ഹാനല്ലാഹ് ഒരു മലഞ്ചെരിവ്
മുഴുവനും ഒട്ടകത്തിന്റെ സമൃദ്ധിയുള്ള ഐശ്വര്യത്തിന്റെ ഏറ്റവും വലിയ ഐശ്വര്യമാകുന്ന അനുഗ്രഹമുണ്ടാകുന്ന തക്ക രൂപത്തിലുള്ള ഒരു ഗർഭിണിയാകുന്ന ഒട്ടകത്തിനെ ആ കഷണ്ടിക്കാരന് മലക്ക് കൊടുക്കുകയാണ്. എന്നിട്ട് ആ മലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് തിരികെ പോയി. രണ്ടാമത് ആ മലക്ക് കടന്നു വരുന്നത് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ വെള്ളപ്പാണ്ട് ബാധിച്ചതായ വ്യക്തിയുടെ അടുക്കലാക്കാണ്. എന്നിട്ട് ആ മലക്ക് അദ്ദേഹത്തിനോട് നേരത്തെ ആളോട് ചോദിച്ചതുപോലെ കാര്യങ്ങളെല്ലാം ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ഇതുപോലെ വിഷമത്തിലാണ്, വെള്ളപ്പാണ്ടാണ്, ആളുകൾ മാറ്റി നിർത്തുന്നു, വല്ലാത്ത വിഷമത്തിലാണ്. അങ്ങനെ മലക്ക് അദ്ദേഹത്തെ അനുഗ്രഹിച്ചു. എന്നിട്ട് ചോദിച്ചു എന്തെങ്കിലും ഇനി വിഷമമുണ്ടോ? അയാൾ പറഞ്ഞു എനിക്കൊരു വിഷമമുണ്ട്, സമ്പത്തൊന്നുമില്ല, ഞാൻ ദാരിദ്ര്യത്തിന്റെ വിഷയത്തിലൊക്കെയാണ് ഉള്ളത്. അപ്പോൾ ബഹുമാനപ്പെട്ട ആ മലക്ക് പ്രിയപ്പെട്ട മലക്ക് ആ ചെറുപ്പക്കാരനോട് പറയുകയാണ് നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ വിഷമിക്കേണ്ട ആവശ്യമില്ല. ഒരു ഗർഭിണിയാകുന്ന പശുവിനെ ആ വെള്ളപ്പാണ്ട് ബാധിച്ചതായ വ്യക്തിക്ക് അങ്ങ് കൊടുക്കുകയാണ്. എന്നിട്ട് മലക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് കടന്നുപോയി. മൂന്നാമതായി മലക്ക് കടന്നു വരുന്നത് കണ്ണുപൊട്ടന്റെ അടുക്കലേക്കാണ്. എന്നിട്ട് അദ്ദേഹത്തിനോട് ചോദിച്ചു അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നതായ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കാണണ്ടേ? അദ്ദേഹം നല്ല ആവേശത്തോടു കൂടി പറഞ്ഞു എനിക്ക് കാണണം. അങ്ങനെ ആ കണ്ണുപൊട്ടനായ ചെറുപ്പക്കാരൻ അല്ലാഹു സുബ്ഹാനഹു വ തആല കാഴ്ച അവിടുന്ന് തിരിച്ചു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, അതിമനോഹരമാകുന്ന ലോകം, അതിമനോഹരമാകുന്ന ആകാശം, വർണ്ണനിബിഡമാകുന്ന ഭൂമിയും പ്രകൃതിയും എല്ലാം കണ്ടാസ്വദിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹ് പറഞ്ഞ ആ ചെറുപ്പക്കാരന് ആ മലക്ക് സമ്മാനമായി കൊടുത്തത് നല്ല മുഴുത്ത ഗർഭിണിയായ ഒരു പെണ്ണ് ആടിനെയാണ് കൊടുത്തത്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം സുബ്ഹാനല്ലാഹ് അല്ലാഹുവിന്റെ പരീക്ഷണം കടന്നു വരികയാ. അല്ലാഹുവിന്റെ പരീക്ഷണം എന്റെ പ്രിയമുള്ളവരെ ആ മൂന്ന് പേരിലേക്കും കടന്നു വരികയാണ്. ഈ മലക്ക് തന്നെ ഒരു യാചകന്റെ രൂപത്തിൽ കടന്നു വന്ന് ഒന്നാമത്തെ ആളിനോട് ചോദിക്കുകയാണ് ഞാനൊരു യാത്രക്കാരനാണ്, വഴിമധ്യയിൽ വെച്ച് എന്റെ കാശും പണവുമെല്ലാം നഷ്ടപ്പെട്ടു പോയി, അതുകൊണ്ട് നാട്ടിലേക്ക് പോകാനുള്ളതായ കുറച്ച് പണം നിങ്ങൾ തരണമെന്ന് ആദ്യം വന്ന കഷണ്ടിക്കാരനോട് ചോദിക്കുകയാണ്. അയാൾ പറഞ്ഞു സുബ്ഹാനല്ലാഹ് എന്റെ കയ്യിൽ പൈസയൊന്നുമില്ല, എന്റെ കയ്യിൽ പൈസയോ സമ്പത്തോ ഒന്നുമില്ല. അപ്പോൾ മലക്ക് യാചകന്റെ രൂപത്തിൽ വന്ന മലക്ക് ചോദിച്ചു ഈ കാണുന്ന മുഴുവനും നിങ്ങളതല്ലേ? അള്ളാഹു നിങ്ങൾക്ക് നൽകിയതല്ലേ? പണ്ട് നിങ്ങൾ ദാരിദ്ര്യത്തിലായിരുന്നല്ലോ, അള്ളാഹു നൽകിയ അനുഗ്രഹമല്ലേ? ഒരു അല്പം എന്നെ ഒന്ന് കനിവ് കാണിച്ചുകൊണ്ട് സഹായിക്കാമെന്ന് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു ഇത് അള്ളാഹ് തന്നെയൊന്നുമല്ല, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെയല്ല, ഇതിന്റെ പരമ്പരാഗതമായി എന്റെ അപ്പനപ്പന്മാർ മുഖേന എനിക്ക് കൈവന്നതായ ഇർസ് സ്വത്താണ് എന്ന് അയാൾ അവിടുന്ന് പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ തന്നെ ആ യാചകന്റെ വേഷം മാറി പഴയ മലക്കിന്റെ രൂപത്തിലേക്ക് വന്നപ്പോൾ ഇയാൾക്ക് കാര്യം മനസ്സിലായി, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണമാണെന്ന് മനസ്സിലായി. അങ്ങനെ കിട്ടിയ മുഴുവൻ ഐശ്വര്യങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല നസഅൽ മലായികതു ആ മലക്കുകൾ ഒന്നടങ്കം കടന്നു വന്നുകൊണ്ട് അയാളുടെ അനുഗ്രഹങ്ങൾ മുഴുവനും തിരികെ എടുത്തുകൊണ്ട് പോവുകയാണ്. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിലേക്ക് ഒന്ന് അല്പം കൊടുത്തിരുന്നുവെങ്കിൽ, ആ യാചകനെ ഒന്ന് സഹായിച്ചിരുന്നുവെങ്കിൽ അയാൾക്ക് ഈ അവസ്ഥ വരുന്നില്ലായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ ആളിന്റെ അടുക്കലേക്കും ഇതേ മലക്ക് കടന്ന യാചകന്റെ രൂപത്തിൽ കടന്നുപോയി ചോദിച്ചപ്പോൾ അയാളും പറഞ്ഞു ഇതെന്റെ അപ്പന്മാര് മുഖേന എനിക്ക് കിട്ടിയത് അല്ലാതെ അള്ളാഹു നൽകിയതല്ല. സുബ്ഹാനല്ലാഹ്. വീണ്ടും അയാളെ ആ തൊലിയുടെ ആ വെള്ളപ്പാണ്ട് കുഷ്ഠരോഗം അല്ലാഹു സുബ്ഹാനഹു വ തആല തിരികെ കൊടുക്കുകയാണ്. അങ്ങനെ മൂന്നാമത്തെ ആ ചെറുപ്പക്കാരന്റെ അടുക്കലേക്ക് കടന്നു പോയിട്ട് യാചകന്റെ രൂപത്തിൽ ഈ മലക്ക് വന്ന് ചോദിക്കുകയാണ് ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല നിനക്ക് തന്ന ഏറ്റവും വലിയ അനുഗ്രഹമല്ലേ? നീ മുമ്പ് കണ്ണുപൊട്ടനായിരുന്നുവല്ലോ, നിന്റെ ശരീരത്തിന്റെ നിറമോ നിന്റെ കൂട്ടുകാരന്മാരെയോ നിന്റെ സമ്പാദ്യങ്ങളെ ഒന്നും കാണാൻ പറ്റാത്ത രൂപത്തിലുള്ള കണ്ണുപൊട്ട് നിന്റെ ശരീരത്ത് ബാധിച്ചു പോയവനല്ലേ? അല്ലാഹു നിനക്ക് തന്ന അനുഗ്രഹമല്ലേ ഇത്? അതുകൊണ്ട് എനിക്ക് വണ്ടിക്കൂലി തരണം, യാത്രയുള്ള ചെലവ് നീ നോക്കണമെന്ന് ആ കണ്ണുപൊട്ടനായിരുന്ന ചെറുപ്പക്കാരനോട് വന്ന് പറഞ്ഞപ്പോൾ സുബ്ഹാനല്ലാഹ് അയാൾ പറയുകയാണ് അൽഹംദുലില്ലാഹ്, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയ അനുഗ്രഹമാണ്, ഞാൻ അത് മറക്കുന്നില്ല. ഇത് അള്ളാഹു എനിക്ക് നൽകിയ ഈ കാഴ്ചയും ഈ കാണുന്ന മുഴുവൻ ആട്ടിൻ പറ്റങ്ങളെയും അല്ലാഹു സുബ്ഹാനഹു വ തആല എനിക്ക് നൽകിയതാണ്, ഞാനത് മറക്കില്ല. അതുകൊണ്ട് ഈ ആട്ടിൻ പറ്റത്തിൽ നിങ്ങൾക്ക് എത്ര വേണോ നിങ്ങൾ എടുത്തുകൊണ്ട് പൊക്കോളാൻ ആ യാചകനോട് പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. അപ്പോൾ തന്നെ ആകാശ ലോകത്ത് നിന്ന് ഒരു വിളി കടന്നു വരികയാണ്. യുനാദി മുനാദ്. ആകാശ
ലോകത്ത് നിന്ന് ഒരു വിളി കടന്നു വരികയാണ്. അള്ളാഹുവിന്റെ അടിമ വിജയിച്ചു, അള്ളാഹുവിന്റെ അടിമ വിജയിച്ചു, അള്ളാഹുവിന്റെ അടിമ വിജയിച്ചു. ഇങ്ങനെ 3 പ്രാവശ്യം ആകാശ ലോകത്ത് നിന്ന് മലക്കുകൾ അവിടുന്ന് ഉറച്ച സ്വരത്തിൽ അവിടുന്ന് വിളിച്ചു പറയുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പരീക്ഷണം പല രൂപങ്ങളിൽ കടന്നു വരുന്നു. നമ്മൾ പഴയ കാലത്തിൽ ചിലപ്പോൾ സമ്പത്ത് ഉണ്ടായിരുന്ന ആളുകളായിരുന്നില്ലായിരിക്കാം. ചിലപ്പോൾ നമ്മുടെ മക്കളൊന്ന് ഗൾഫിൽ പോയി, അല്ലെങ്കിൽ നമ്മുടെ മരുമക്കള് കയറി വന്ന ആ ഒരു സമയത്ത്, അല്ലെങ്കിൽ നമ്മുടെ മകനെ നല്ല രൂപത്തിൽ എന്ത് ചെയ്തു, നല്ല ഒരു സമ്പത്തും ക്യാഷും ഒക്കെ ഉള്ള ഒരു നല്ല തറവാട്ടിലേക്ക് കുട്ടിയെന്ന് കെട്ടിച്ചു. അവിടുന്ന് സ്ത്രീധനം കിട്ടിയതും അവിടുന്ന് നുള്ളി പറക്കിയതൊക്കെ ആയ പൈസ കൊണ്ട് നമ്മളും കുറച്ച് ഡെവലപ്പായി. അങ്ങനെയൊക്കെ പണ്ട് കാലങ്ങളിൽ നമ്മളും ദാരിദ്ര്യത്തിന്റെ കൈപ്പിനീരൊക്കെ അനുഭവിച്ചവരായിരിക്കാം. പക്ഷേ ഇപ്പോൾ നമുക്ക് കുറച്ച് സമ്പത്ത് വന്നപ്പോൾ കുറച്ച് ഹുങ്കും അഹങ്കാരമൊക്കെ വന്നു പോയിരിക്കാം. ഇതുപോലെ നമ്മുടെ വീട്ടിന്റെ മുന്നിലേക്ക് കടന്നു വരുന്ന യാചകന്മാര് ചിലപ്പോൾ മലക്കിന്റെ പ്രതിരൂപങ്ങളായിരിക്കാം, അല്ലാഹു സുബ്ഹാനഹു വ തആല അയക്കുന്നതായ മലക്കുകളായിരിക്കാം. ആ മലക്കുകൾ വന്ന് നമ്മുടെ മുന്നാലെ യാചിക്കുമ്പോൾ, ഒരു നേരത്തെ ആഹാരം ചോദിക്കുമ്പോൾ, ഒരു യതീംഖാനയിലേക്ക് സഹായം ചോദിക്കുമ്പോൾ, മകളെ കെട്ടിക്കുവാനുള്ള ആവശ്യത്തിന് വേണ്ടി പ്രിയപ്പെട്ട പിതാക്കന്മാര് നമ്മുടെ വീട്ടിന്റെ മുന്നാലെ കടന്നു വന്നുകൊണ്ട് ഹോളിൽ ബെല്ലടിക്കുമ്പോൾ തന്നെ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരന്മാരുടെ മനോമുഖരങ്ങളിൽ വല്ലാത്ത വിഷമം കടന്നു വരുന്നുണ്ടോ? അത് ഈമാനില്ലാത്തതിന്റെ അടയാളമാണ് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ. ഒരു ദിവസം 10 പേര് വന്നാൽ എന്താ, ഒരു 10 പേര് നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ വീട്ടിലേക്ക് യാചനയ്ക്ക് വേണ്ടി കടന്നു വന്നാൽ തന്നെ 10 രൂപ വെച്ച് കൊടുത്ത് 10 പേര് കൊടുത്താൽ തന്നെ അള്ളാന്റെ ഖുർആൻ അവിടുന്ന് പഠിപ്പിച്ചെന്ന രൂപത്തിൽ നമുക്ക് മാറാൻ സാധിക്കും. 10 പേര് വരുന്നു, 10 പേർക്കും 10 വെച്ച് കൊടുത്താൽ ഒരു ദിവസം 100 നീ സ്വതക്ക കൊടുത്തു, 10 പേരെയും സന്തോഷിപ്പിച്ചു. എന്നതിന്റെ ഗണത്തിൽ ഞാനും നിങ്ങൾ പെടൂല. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ആളുകളെ ഒരു കാരണവശാലും മടക്കി അയക്കരുത്. ഒന്നുകിൽ പൈസ ഒന്നും എടുക്കുക, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തവരെ മനസ്സിനെ ഒന്ന് സന്തോഷിപ്പിക്കാമല്ലോ. ഉച്ചയ്ക്ക് കയറി വരുന്നവർക്ക് ചോറ് കൊടുക്കാമല്ലോ, വീടിനകത്ത് തന്നെ കേട്ടണ്ട, പുറത്ത് ഗസ്റ്റ് ഹൗസിലോ സിറ്റൗസിലോ എടുത്ത് കൊടുക്കാമല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, ഇതെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്ന അനുഗ്രഹങ്ങളാണ്. സമ്പത്ത് കൊണ്ടുള്ള അനുഗ്രഹങ്ങൾ, അതിൽ പരീക്ഷണങ്ങൾ കടന്നു വരും. മക്കളുടെ വിഷയത്തിലും പരീക്ഷണങ്ങൾ കടന്നു വരും. ചില മാതാപിതാക്കളുണ്ട്, ആൺമക്കളെ കെട്ടിക്കാതെ വെക്കും, എന്നിട്ട് നല്ല തറവാട്ടിലെ ഒരു പെണ്ണിന് വേണ്ടി കാത്ത് മക്കളുടെ വയസ്സിങ്ങനെ കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. 25-ാം വയസ്സിൽ നല്ല ജോലി നേടിയതായ പ്രിയപ്പെട്ട മകന്റെ മനോമുഖരങ്ങളിൽ നിക്കാഹുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കല്യാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നല്ല നിയ്യത്തുകളും നല്ല താല്പര്യങ്ങളും ആഗ്രഹങ്ങളും കടന്നു വരുമ്പോൾ അവന്റെ മാതാപിതാക്കളോട് കാര്യം പറയുകയാണ്. അവര് പറയുന്നു, മോനെ, നിനക്ക് കുടുംബം നോക്കാനുള്ള പ്രാപ്തിയായിട്ടില്ല, കുറച്ചും കൂടെ കഴിയട്ടെ, നല്ല ഒരു ബന്ധം വരട്ടെ എന്ന് പറഞ്ഞ് 26 വയസ്സാവുന്ന, 27 വയസ്സാകുന്ന, പക്ഷേ 30 വയസ്സായിട്ടും ആ പ്രിയപ്പെട്ട ചെറുപ്പക്കാരന്റെ കല്യാണം നടക്കുന്നില്ല. എത്രയോ നല്ല പെൺകുട്ടികളെ കാണുന്നു, എത്രയോ ദീനുള്ള പെൺകുട്ടികളെ അവൻ കണ്ടതാണ്. പക്ഷേ മാതാവിനും പിതാവിനും താല്പര്യമുള്ള കാരണമെന്ത്? 101 പവനും 10 ഏക്കറും കൊടുക്കാൻ ഒരു പെണ്ണിന്റെ തന്തയും മുന്നോട്ട് കടന്നു വരാത്തതിന്റെ കാരണത്താൽ അവിടുന്ന് കല്യാണം മുടക്കാതെ പോവുകയാണ്. ഇത് ഏറ്റവും വലിയ പരിതാപകരമാകുന്ന സ്ഥിതിയാണ് എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ. നമ്മുടെ കാരണം നമ്മുടെ ആൺമക്കളുടെ കല്യാണം വൈകുകയും ആ ലൈംഗികമാകുന്നതായ ചുവയുള്ള സംസാരവും പ്രവർത്തനങ്ങളുമെല്ലാം സ്വന്തം കൂട്ടുകാരന്മാരുടെ ഭാഗത്ത് നിന്ന് ഈ ചെറുപ്പക്കാരൻ കേൾക്കുമ്പോൾ 30 വയസ്സായിട്ടും എനിക്ക് കല്യാണത്തിലേക്കോ നിക്കാഹിലേക്കോ അടുക്കാൻ സാധിക്കാത്ത സാഹചര്യം ഉള്ളത് കൊണ്ടും എന്തുകൊണ്ട് എനിക്ക് അവിഹിതത്തിൽ ഏർപ്പെട്ടുകൂടാ, എന്തുകൊണ്ട് എനിക്ക് വ്യഭിചാരത്തിലേക്ക് കടന്നു പോകൂടാ എന്നുള്ള ചിന്ത ആ ചെറുപ്പക്കാരന്റെ മനോമുഖരങ്ങളിൽ കടന്നു വരികയും അവൻ മോശമാകുന്ന രൂപത്തിലേക്കും പ്രവണതകളിലേക്കും പ്രവർത്തനങ്ങളിലേക്കും തള്ളപ്പെട്ടാൽ അതിന്റെ ഏറ്റവും വലിയ കാരണം എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമ്മൾ തന്നെയാണ്.
അല്ലാഹുവിന്റെ അർശിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹ്ശറാവൻ സഭയിൽ നമുക്ക് ഇതിനെല്ലാം ചോദ്യം ഉണ്ടാകും. അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കി പ്രവർത്തിക്കാൻ നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമ്പത്ത് പോലെ മക്കൾ പോലെ ഏറ്റവും വലിയ അനുഗ്രഹം തന്നെയാണ് എൻ്റെ പ്രിയമുള്ളവരെ ഹിദായത്ത് എന്ന് പറയുന്നത്. ഹിദായത്ത് എന്ന് പറഞ്ഞാൽ മറ്റുള്ള ഒരാൾക്കും എന്തിനേറെ പറയണം, ഹിദായത്ത് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏക ഇലാഹാണ്, മുഹമ്മദ് നബി അല്ലാഹുവിന്റെ റസൂലാണ് എന്നുള്ള ഏറ്റവും വലിയ ദൗത്യവും ഏറ്റവും വലിയ കലിമയും മനസ്സിൽ നെഞ്ചിൽ ഉറപ്പിച്ച് ജീവിക്കുന്നവനാണ് ഹിദായത്ത് ഉള്ളവൻ. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅന്ന മുഹമ്മദ് റസൂലുള്ളാഹ് എന്ന പരിശുദ്ധമാകുന്ന ആപ്തവാക്യം നെഞ്ചിലേറ്റ് ജീവിക്കുന്നവനാ ഹാദി ഹിദായത്തുള്ളവൻ. ആ ഹിദായത്ത് എനിക്കും നിങ്ങൾക്കും ഉണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ഭാഗ്യശാലികളാണ്, ഏറ്റവും വലിയ അനുഗ്രഹം ലഭിച്ചവരാണ്. കാരണം എന്തെന്നറിയുമോ, എത്രയോ അമ്പിയാക്കന്മാരുടെ മാതാപിതാക്കൾക്ക് പോലും, എത്രയോ അമ്പിയാക്കന്മാരുടെ മക്കൾക്ക് പോലും ഹിദായത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തിട്ടില്ല. ഹിദായത്ത് കിട്ടണമെങ്കിൽ ഒരു നബിയുടെ മകനായതുകൊണ്ട് ഹിദായത്ത് കിട്ടൂല, ഒരു നബിയുടെ കുടുംബത്തിൽ പിറന്നത് കൊണ്ട് ഹിദായത്ത് കിട്ടൂല. ഹിദായത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും മൂല്യമുള്ളതായ ഒരു നിധിയാണ്. നമ്മൾ ഓരോരുത്തർക്കും കിട്ടിയിട്ടുണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അത് കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ ജലപ്രളയത്തിൽ അവിടുന്ന് കപ്പലുണ്ടാക്കിയിട്ട് ആളുകളെല്ലാം ഇങ്ങനെ വലിച്ചു കെട്ടിക്കൊണ്ടിരിക്കുമ്പോ അവിടുന്ന് കടലിന്റെ നടുക്ക് കടന്നുകൊണ്ട്, ആ മലവെള്ളപ്പാച്ചിലിന്റെ നടുക്ക് കടന്നുകൊണ്ട് കയ്യും കാലും അടിക്കുകയാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പൊന്നുമകന്. അപ്പോൾ നൂഹ് നബി അല്ലാഹുവിലേക്ക് പറയുന്നു, എന്റെ ശരീരത്തിന്റെ എന്റെ ബീജത്തുള്ളിയിൽ നിന്നും ഉണ്ടായതായ എന്റെ പൊന്നുമകനാ ആ വെള്ളത്തിൽ കിടന്ന് കൈകാലട്ടടിക്കുന്നത്, അതുകൊണ്ട് അവരെ ഒന്ന് രക്ഷിക്കണേ അല്ലാഹ്. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ദുആ ചെയ്യുന്നപ്പോൾ അല്ലാഹു പറയുകയാണ്, ലൈസ മിൻ അഹ്ലി ലൈസ മിൻ അഹ്ലി, അത് നിന്റെ അഹ്ലിൽപ്പെട്ടവനല്ല, അവൻ നിന്റെ കുടുംബത്തിൽപ്പെട്ടവനല്ല. കാരണം എന്തെന്നറിയുമോ, 950ഓളം വരുന്ന വർഷം അല്ലാഹുവിന്റെ പരിശുദ്ധമാകുന്ന ദീൻ ഇസ്ലാമിന്റെ പ്രബോധന ദൗത്യത്തില് പ്രബോധന പ്രവർത്തനങ്ങളിൽ പ്രവർത്തിച്ചതിന് ശേഷവും സ്വന്തം മകൻ ആ ഇസ്ലാമിലേക്ക് കടന്നു വന്നില്ല. വാപ്പയെ കളിയാകുവാൻ വേണ്ടി, വാപ്പയെ പരിഹസിക്കാൻ വേണ്ടി, വാപ്പ പഠിപ്പിച്ചതായ പരിശുദ്ധമാകുന്ന ദീൻ ഇസ്ലാമിനെ കളിയാക്കാൻ വേണ്ടി മുന്നോട്ട് കടന്നു വന്നവരാ വെള്ളത്തിൽ കടന്ന് കയ്യും കാലും ഇട്ടടിക്കുന്നതെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബിയോട് പറയുകയാ. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മനസ്സിലാക്കേണ്ടതുണ്ട്, ഹിദായത്ത് എന്ന് പറയാൻ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുക്കുന്നതായ ഒരു നിധിയല്ല. അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകന്റെ ഏറ്റവും വലിയ സ്നേഹിതനായിരുന്നല്ലോ അബൂ ത്വാലിബ്. നിബിതങ്ങൾക്ക് ഏതൊക്കെ തന്നെ ബുദ്ധിമുട്ടുണ്ടെങ്കിലും, ഏതൊക്കെ തന്നെ പ്രയാസങ്ങളും പ്രതിസന്ധികളും ദുഃഖങ്ങളും വിരഹങ്ങളുണ്ടെങ്കിലും അതെല്ലാം പരിഹരിക്കുവാൻ മുന്നോട്ട് കടന്നു വരുന്ന കൊച്ചാപ്പയാണല്ലോ അബൂ ത്വാലിബ്. ആ അബൂ ത്വാലിബിന്റെ ജീവിതം എങ്ങനെയെന്നറിയുമോ, മക്കയുടെ പ്രതീക്ഷയിലൂടെ പ്രിയമുള്ളവരെ അല്ലാഹുവിന്റെ ഹബീബായ പ്രവാചകൻ കടന്നു പോകുന്ന സന്ദർഭത്തിൽ കിങ്കരന്മാരാകുന്ന ആളുകൾ മുത്തായ പ്രവാചകന്റെ മുഖത്തേക്കും ശരീരത്തിന്റെ ഓരോ അവയവങ്ങളിലേക്കും കല്ലുകളും കമ്പുകളും മാറിയെറിയുമ്പോൾ ഒരു പരിച പോലെ തടുക്കാൻ മുന്നോട്ട് കടന്നു വന്നവരല്ലേ അബൂ ത്വാലിബ് എന്ന് പറയുന്ന പ്രിയപ്പെട്ട കൊച്ചാപ്പ. ആ അബൂ ത്വാലിബ് മരണത്തിന്റെ സാഹചര്യങ്ങൾ കടന്നു വന്നപ്പോ സ്വന്തം വീട്ടിൽ അവിടുന്ന് കിടക്കുകയാണ് അബൂ ത്വാലിബ്. അപ്പോൾ അതാ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ കടന്നു വന്നിട്ട് അബൂ ത്വാലിബിനോട് പറയുകയാണ്, ഓ പ്രിയപ്പെട്ട കൊച്ചാപ്പ, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന പരിശുദ്ധമാകുന്ന കലിമത്തു തൗഹീദ് ഒന്ന് ഉറക്കെ ഉച്ചരിക്കാൻ കൊച്ചാപ്പയോട് മുഹമ്മദ്
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ അബൂ ത്വാലിബിന്റെ മനസ്സിൽ മുഹമ്മദ് നബിയെ വിശ്വാസമുണ്ടെങ്കിലും അവിടെ ഇരിക്കുന്നതായ അബീ ജഹലിന് കാരണം, ഉത്ബത്തിന് കാരണം, ശൈബത്തിന് കാരണം അവിടുന്ന് അബൂ ത്വാലിബ് കലിമത്തു തൗഹീദ് ഉച്ചരിക്കാതെ ഈ ലോകത്തോട് വിട പറഞ്ഞു പോവുകയാണ്. അപ്പോൾ നബിതങ്ങൾ ഏറ്റവും കൂടുതൽ സഹായിച്ച അബൂ ത്വാലിബിന് പോലും ഹിദായത്ത് എന്ന് പറയുന്ന അമൂല്യമാകുന്ന നിധി നഷ്ടപ്പെടുകയാണ്. പക്ഷേ നൂഹ് നബിയുടെ മകന് കിട്ടാത്ത, അബൂ ത്വാലിബിന് കിട്ടാത്ത ആ അമൂല്യമാകുന്ന നിധി എന്റെ പ്രിയമുള്ളവരെ നാം ഓരോരുത്തരുടെയും കരങ്ങളിലുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വേണ്ട വിധത്തിൽ ഉപകാരപ്പെടുത്താൻ നാം ഓരോരുത്തർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിലേക്ക് നമ്മൾ നന്ദി അർപ്പിക്കണമെന്ന് പറഞ്ഞല്ലോ. എങ്ങനെയാണ് പ്രിയമുള്ളവരെ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ഞാൻ നിങ്ങളും നന്ദി വാക്കുകൾ പറയേണ്ടത്? മൂന്ന് രൂപത്തിൽ ഒരു മനുഷ്യൻ നന്ദി അർപ്പിച്ചാൽ അവൻ അള്ളാഹുവിലേക്കുള്ള കടമകളും കടപ്പാടുകളും വീട്ടി എന്ന് അഇമ്മത്തുകൾ അവിടുന്ന് അടിവരയിട്ടുകൊണ്ട് പഠിപ്പിക്കുകയാണ്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒന്നാമതായി പഠിപ്പിക്കുന്നു അവന്റെ ഹൃദയം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നന്ദികൾ അർപ്പിക്കണം. എങ്ങനെയെന്നറിയുമോ? അവനൊരു അനുഗ്രഹം കിട്ടുമ്പോൾ അൽഹംദുലില്ലാഹ് എന്നുള്ള പരിശുദ്ധമാകുന്ന ആപ്തവാക്യങ്ങൾ അവന്റെ മനോമുഖങ്ങളിൽ തട്ടിക്കളിക്കുന്നുണ്ടെങ്കിൽ ഹൃദയം കൊണ്ടുള്ള ശുക്ർ എന്ന ഇമ്മത്തുകൾ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. സ്വന്തം ഭാര്യയുടെ പ്രസവത്തിന് വേണ്ടിയിട്ട് ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുമ്പോൾ ഏതൊരു ഭർത്താവിന്റെ മനോമുഖങ്ങളിലും വല്ലാത്ത വിഭ്രാന്തിയാണ്, വല്ലാത്ത പതട്ടമാണ്, വല്ലാത്ത ആശങ്കയും പേടിയുമാണ്. പ്രിയമുള്ളവരെ, അങ്ങനെ അതാ മണിക്കൂറുകളുടെ കാത്തിരിപ്പിന് ശേഷം ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും ഒരു നേഴ്സ് കടന്നു വന്നുകൊണ്ട് പറയുകയാണ്, ഷെഫ്നയുടെ ആരെങ്കിലും ഇവിടെയുണ്ടോ, അല്ലെങ്കിൽ ഫാത്തിമയുടെ ആരെങ്കിലും ഇവിടെയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വല്ലാത്ത സന്തോഷത്തോടു കൂടിയിട്ട്, വല്ലാത്ത പരിഭ്രമം കടന്നതായ സന്തോഷത്തോടു കൂടി ആ വാതിലിന്റെ അടുക്കലേക്ക് പ്രിയപ്പെട്ട ചെറുപ്പക്കാരൻ ഉൾപ്പെടെയുള്ള കുടുംബാദികൾ കടന്നുപോയിട്ട് ചോദിക്കുമ്പോൾ നേഴ്സിന്റെ വായിൽ നിന്നും വരുന്ന വാക്ക്, ആ സംസാരം വളരെയധികം സാവധാനം വീക്ഷിക്കുകയാണ് കുടുംബക്കാരെ. നേഴ്സ് അവിടുന്ന് പറയുകയാണ്, ഫാത്തിമ പ്രസവിച്ചു ആൺകുഞ്ഞാണ്. സുബ്ഹാനല്ലാഹ്. ഇത് കേൾക്കുമ്പോൾ ആ കുടുംബാദികളുടെ മനോമുഖരങ്ങൾ എത്രയോ സന്തോഷം കടന്നു വരുന്നു, ആഹ്ലാദം പറയുന്നു. അപ്പോൾ ഒന്നാമതായി അവൻ പറഞ്ഞിട്ടുണ്ട് അൽഹംദുലില്ലാഹ്. അത് ഹൃദയം കൊണ്ടുള്ള നന്ദിയാണ്. പ്രിയമുള്ളവരെ, ഹൃദയം കൊണ്ടുള്ള നന്ദിയാണ്. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പിൽക്കാലത്ത് ആ പ്രിയപ്പെട്ട പൊന്നുമകൻ വളർന്നു വരുന്നത് സ്വാലിഹായ ഒരു മനുഷ്യനായിട്ടാണ്. നമുക്ക് വിശദീകരിക്കാൻ സമയമില്ല. ഒന്നാമത് ഹൃദയം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നന്ദി അർപ്പിക്കണം. എങ്ങനെയാണ് അല്ലാഹുവിനെ സ്നേഹിക്കണം? അൽഹംദുലില്ലാഹ് എന്ന് മനസ്സിൽ നല്ല സന്തോഷത്തോട് കൂടിയിട്ട് അവൻ വിചാരിക്കുക. ഹൃദയം കൊണ്ടുള്ള നന്ദിയാണ്. അല്ലാഹുവിന്റെ പേരിൽ ഒരു മനുഷ്യനെ അവന് സ്നേഹിക്കാൻ സാധിക്കുമ്പോ, അല്ലാഹുവിന്റെ പേരിൽ നിസ്കരിക്കുന്ന ഒരു മനുഷ്യനെ കാണുമ്പോൾ ഇവന്റെ ഹൃദയത്തിൽ അവനോടൊരു സ്നേഹം കടന്നു വരുന്നുണ്ടോ? അത് ഹൃദയത്തിലുള്ള അല്ലാഹുവിനോടുള്ള ശുക്റായ ഇമ്മത്തുകൾ എണ്ണുന്നു. നല്ല കാര്യം ചെയ്യുന്ന ആളുകൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലൊരു സന്തോഷമുണ്ടോ? ഒരു സന്തോഷം കടന്നു വരുന്നുണ്ടോ? അത് എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കുള്ള സ്നേഹമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. രണ്ടാമതായി എന്റെ പ്രിയമുള്ളവരെ, നാവ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ശുക്റുകൾ പറയാം. ദിക്റുകൾ ഒരു ശുക്റാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ്, സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഇതെല്ലാം നാവ് കൊണ്ടുള്ള ശുക്ർ തന്നെയാണ്. മാത്രമല്ല നിനക്ക് അനുഗ്രഹം നൽകിയ അല്ലാഹു സുബ്ഹാനഹു വ തആല ഉണ്ടല്ലോ, നിനക്ക് സമ്പത്ത് നൽകിയ, സന്താനങ്ങൾ നൽകിയ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ പ്രിയമുള്ളവരെ നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങൾ നിങ്ങളതാ മന്നാവാത്ത രൂപത്തിൽ, ഹൃദയം അഹങ്കരിക്കാത്ത രൂപത്തിൽ, റിയാ വരാത്ത രൂപത്തിൽ, കിബ്ർ വരാത്ത രൂപത്തിൽ നിങ്ങൾക്ക് എടുത്തു പറയാം. അമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ പറയണം. പറയുമ്പോൾ ഹൃദയത്തിൽ അഹങ്കാരം വരരുത്. വന്നുപോയാൽ അത് നഷ്ടത്തിലേക്ക് കടന്നു പോകും.
അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മൂന്നാമതായി എൻ്റെ പ്രിയമുള്ളവരെ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങൾ കൊണ്ട്, അംഗങ്ങൾ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് ശുക്റുകൾ അർപ്പിക്കണം. അതും ഒരു അടിമയുടെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ നന്ദി പ്രകടനമാണ്. ഇൻഇകാസു അശ്അത്തി തനസുഹി മിനൽ മുനസ്സിഹീൻ. നിസ്കാരം എന്ന് പറയുന്നത് ഒരു മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത ഏറ്റവും വലിയ നല്ല ആരാധനയാണെങ്കിൽ ആ നിസ്കാരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മനുഷ്യന് പ്രയോജനപ്പെടുന്ന രൂപത്തിലുള്ള ഒരുപാട് അനുഗ്രഹങ്ങൾ അവിടുന്ന് സമ്മേളിക്കുകയാണ്. കാരണം ഒരു പാപം ചെയ്ത ഒരു മനുഷ്യൻ അല്ലാഹുവിലേക്ക് ദുആ നിസ്കരിക്കാൻ വേണ്ടി കടന്നു വരുമ്പോൾ, അവൻ റുകൂ ചെയ്യുമ്പോൾ, സുജൂദ് ചെയ്യുമ്പോൾ അവന്റെ മനോമുഖരങ്ങളിലുണ്ട്, റബ്ബേ നിനക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരുപാടൊന്നും നിസ്കരിച്ചിട്ടില്ല, ഒരുപാടൊന്നും നോമ്പെടുത്തിട്ടില്ല, നിനക്ക് വേണ്ടി നീ പറഞ്ഞ രൂപത്തിലുള്ള ജീവിതം ഞാൻ കാഴ്ചവെച്ചിട്ടില്ല, എന്റെ ഭാഗത്ത് നിന്ന് ഒരുപാട് തെറ്റുകളും കുറ്റങ്ങളും കടന്നു വന്നു പോയിട്ടുണ്ട് റബ്ബേ, ഇന്നത്തെ ദിവസം തന്നെ ഒരുപാട് തെറ്റുകൾ ഞാൻ ചെയ്തു പോയിട്ടുണ്ട് അല്ലാഹ്. ആ തെറ്റുകൾ മുഴുവനും റുകൂ ചെയ്യുന്ന സന്ദർഭത്തിൽ ഇവൻ റുകൂ ചെയ്യാൻ വേണ്ടി അവൻ കുനിഞ്ഞു നിൽക്കുമ്പോൾ അവന്റെ തോളിന്റെ തലയുടെ ഭാഗത്തിൽ നിന്ന് അവന്റെ പാപങ്ങൾ ഉതിർന്നു വീഴുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ സുജൂദിലേക്ക് അവൻ കിടക്കുമ്പോൾ ഇതുപോലെ പാപങ്ങൾ പൊറുക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല നീയത്തോടു കൂടി നിസ്കരിക്കുകയാണെങ്കിൽ അവന്റെ പാപങ്ങൾ സുജൂദ് ചെയ്യുമ്പോൾ അവന്റെ പിരടിയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവെക്കുകയാണ്. സുജൂദിൽ നിന്ന് എഴുന്നേൽക്കുന്ന സന്ദർഭത്തിൽ അവന്റെ പാപങ്ങൾ അവന്റെ ശരീരത്തിൽ നിന്ന് ഉതിർന്നു വീഴുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്റെ പ്രിയമുള്ളവരെ അവിടുന്ന് പഠിപ്പിക്കുകയാണ്. അപ്പോൾ നിസ്കാരം എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നമ്മൾ ചെയ്യുകയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ ആ നിസ്കാരം കൊണ്ടുള്ള ഗുണം ആർക്കാ? നാം ഓരോരുത്തർക്കും അല്ലേ? നമ്മൾ ചെയ്ത പാപങ്ങൾ പൊറുക്കാനുള്ള നിദാനം കാരണം നിസ്കാരമായി മാറുകയാണ്. നമ്മൾ എന്ത് കാര്യം ചെയ്താലും അല്ലാഹുവിലേക്ക് നമ്മൾ ചെയ്യുന്ന ഏത് കാര്യമാണെങ്കിലും അല്ലാഹുവിന്റെ ആ ഒരു ദർപ്പണത്തിൽ തട്ടി തിരികെ നമ്മുടെ ഹൃദയാന്തരങ്ങളിലേക്കാണ് അതിന്റെ പ്രകാശം കടന്നു വരുന്നത്. നമ്മുടെ ഇബാദത്തുകൾ മുഴുവനും ഒരു പ്രകാശം. ഈ പ്രകാശം നമ്മൾ അല്ലാഹുവിലേക്ക് ഇങ്ങനെ തൊടുത്തു വിടുകയും അല്ലാഹുവിന്റെ ആ ഒരു പ്രസരിക്കുന്ന പ്രസരണശേഷിയുള്ള ദർപ്പണത്തിൽ തട്ടി തിരികെ നമ്മുടെ മനോമുഖരങ്ങളിലേക്ക് തന്നെ കടന്നു വരികയാണ്. അതുകൊണ്ടല്ലേ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നിസ്കരിക്കുന്ന വ്യക്തികളെ നമുക്ക് കണ്ടാൽ അറിയാൻ സാധിക്കും. അതിന് എത്ര കറുത്തവനാണെങ്കിലും, എത്ര കളറ് കുറഞ്ഞവനാണെങ്കിലും, എത്ര ഗ്ലാമർ കുറഞ്ഞവനാണെങ്കിലും നിസ്കരിക്കുന്നതായ ഒരു മനുഷ്യന്റെ മുഖം കണ്ടാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല നിസ്കാരം മുടക്കുന്ന അവസരങ്ങളിൽ നിന്ന്, അവസ്ഥകളിൽ നിന്ന്, സാഹചര്യങ്ങളിൽ നിന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തർക്കും മാറി ചിന്തിക്കുവാനും അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നിന്നെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല സംരക്ഷണം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നിസ്കാരം മുടക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ ശിക്ഷയുള്ള കാര്യമാണ്. ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏതൊക്കെ തന്നെ ഇബാദത്തുകൾ ചെയ്താലും, ഏതൊക്കെ തന്നെ സദഖയുടെ മാർഗങ്ങളിലേക്ക് അവൻ കടന്നുപോയാലും, നിസ്കാരമില്ലാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അവന്റെ മറ്റൊരു ആരാധനകളും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്നില്ല. അതാണ് നിസ്കാരത്തിന്റെ ഏറ്റവും വലിയ പവർ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നിസ്കരിക്കാത്ത ഒരു വ്യക്തി മരണസമയത്ത് അനുഭവിക്കുന്നതായ ഒരു ബേജാറുണ്ട്. ഒന്നാമത് നിന്ദ്യനായ രൂപത്തിലായിരിക്കും മരിക്കുന്നത്. ഇവന്റെ മരണം കാണണം ആളുകൾ ഇവനെ പഴിക്കും. ആളുകൾ മരിച്ചാലും ഇവനോടുള്ള ദേഷ്യം ആളുകൾക്ക് വിട്ടുമാറില്ല. മരണസമയത്ത് ഇവൻ നിന്ദ്യനാവും, ആളുകളാൽ ഇവൻ നിന്ദ്യനാവും. മരിക്കുന്ന സന്ദർഭത്തിൽ